ശ്രീ ഇങ്ങനെ കരഞ്ഞോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കരയാതെ. ചേച്ചിക്കറിയില്ലേ, ഞാൻ ഈ ദിവസം ഒരുപാട് സ്വപ്നം കണ്ടതാ. ഒരിക്കലും ഈ കല്യാണം നടക്കില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ എല്ലാ ആഗ്രഹവും എന്റെ മനസ്സിൽ കുഴിച്ചു മൂടിയതാ. പിന്നെ എനിക്ക് ആഗ്രഹം തന്ന് മണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്റെ ജീവിതം തന്നെ തകർന്നില്ലേ? നിന്റെ ജീവിതം മാത്രമല്ലല്ലോ, എന്റെ ജീവിതം ഏതാണ്ട് തൊലഞ്ഞില്ലേ? ഇന്ന് തന്നെ എനിക്ക് പോവാൻ പറ്റുമെന്നാ ഞാൻ കരുതിയേ. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ? ഞാനിനി എന്താ ചേച്ചി ചെയ്യേണ്ടത്? ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എല്ലാം അവള് കാരണോ? റിതിക അവക്ക് മാനോ മര്യാദയായിട്ട് പറഞ്ഞുറപ്പിച്ച കല്യാണവും കഴിച്ച് സുഖമായിട്ടങ്ങ് ജീവിച്ചാ പോരായിരുന്നോ? കല്യാണത്തിന്റെ അന്ന് തന്നെ മതില് ചാടിയേക്കുന്നു. ഇവളൊക്കെ എന്താ ചെയ്യണ്ടേ? മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വന്ന ജന്തു. ഞാനിനി എന്താ ചേച്ചി ചെയ്യേണ്ടത്? ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എല്ലാം അവള് കാരണോ? റിതിക കല്യാണം കഴിഞ്ഞതുകൊണ്ട്. മാഡം വേണ്ട, ഇത് ശരിയല്ല. മാഡത്തിന്റെ അവസ്ഥ കണ്ടപ്പോ ഞാൻ സഹായിക്കാമെന്ന് ഏറ്റത് അത് ശരിയാണ്. പക്ഷെ മാഡം ഈ കാണിക്കുന്നതൊന്നും എനിക്കങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല. രാജു, നെറ്റിയില് സിന്ദൂരം തൊട്ടോന്ന് വെച്ച് എന്ത് സംഭവിക്കാനാ? അതിലെന്താ തെറ്റ്? സീമന്തരേഖയില് സിന്ദൂരം ചേർത്തുന്നത് സുമംഗലികൾ ചെയ്യുന്ന കാര്യങ്ങളാ. മാഡം പക്ഷെ സുമംഗലിയല്ല. മാഡത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മാഡം. രാജു, ഈ സിന്ദൂരം രാജു എനിക്ക് ചാർത്തി തന്നാൽ അത് തെറ്റ്. ഇത് ഞാൻ തന്നെയല്ലേ തൊടുന്നത്, അതില് തെറ്റില്ല. പക്ഷെ മാഡം, നമ്മളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിക്കുക. ഇത് മറ്റാർക്കും അറിയേയില്ല. ഞാനിപ്പോ സിന്ദൂരം നെറ്റിയിൽ ചാർത്താതെ പുറത്തിറങ്ങിയ ഓരോരുത്തരും ചോദിക്കും എന്താ സിന്ദൂരം ഇടാത്തെന്ന്. പറയാൻ എനിക്ക് ഉത്തരം ഉണ്ടാവില്ല. അത് അപ്പോ എന്തെങ്കിലും കള്ളങ്ങളൊക്കെ പറയാം. ഓരോ പ്രാവശ്യവും എത്ര കള്ളങ്ങൾ പറയാൻ പറ്റും രാജു? പകരം ഇപ്പൊ ഇങ്ങനെ ചെയ്താ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. മാഡം, രാജു ടെൻഷൻ ആവണ്ട. ഇതിനെയും ഒരു അഭിനയമായിട്ട് കണ്ടാ മതി. പക്ഷെ പ്ലീസ് രാജു, എന്നെ വിശ്വസിക്കേ. ഒന്നും സംഭവിക്കില്ല. എന്താ അങ്ങനെ നിക്കണേ? വാ, വർമ്മ സാറിനെ കണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുള്ളത്. എന്തോ എന്റെ മനസ്സ് പറയുന്നു നമ്മളിപ്പോ ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്ന്. നീ എന്തുടനെ പറയണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു കല്യാണം നടക്കുമ്പോ ഭൂരിഭാഗം അച്ഛന്മാരും വർമ്മ സാറ് പെരുമാറിയ പോലെ പെരുമാറുള്ളൂ. അതത്ര കാര്യാക്കേണ്ട പ്രശ്നമല്ല. ഒക്കെ ശരിയാവൂടി. എന്തായാലും വർമ്മ സാറിനെ വിളിച്ചല്ലേ പറ്റൂ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. അച്ഛാ, നീ വാടാ, ഞാനല്ലേ കൂടെ ഉള്ളത്. നിക്ക്. എങ്ങോട്ടാ? ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നാണ് സാർ. എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ആ പടിയിന്നിറങ്ങി താഴെ നിന്നിട്ട്.
നിന്നോട് സംസാരിക്കാൻ ആരാ പറഞ്ഞത്? നിനക്ക് എന്നോട് സംസാരിക്കാനുള്ള അവകാശം ഇന്നലത്തോടെ കഴിഞ്ഞു. അല്ല, സാറേ, ഞങ്ങൾ വന്നത് സാറിനെ പൂജയിലേക്ക് ക്ഷണിക്കാനാണ്. ഇവര് ആചാരപ്രകാരമല്ലല്ലോ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഈ കല്യാണം ആചാരപ്രകാരം ആക്കാൻ വേണ്ടി നടത്തുന്ന പൂജയാ. വർമ്മ സാറും ബാക്കിയുള്ള എല്ലാവരും വരണം. യാമിനി, അമ്പിയേച്ചി, എന്താ പ്രതേവേട്ടാ? ഇവിടെ ഗേറ്റിൽ സെക്യൂരിറ്റി ഇല്ലേ? ആള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാ. ഇത് ഈ കേരളത്തിലെ ഒരു മന്ത്രിയുടെ വീടാ. ഇവിടെ ഇങ്ങനെ കണ്ണി കണ്ടവർക്കൊന്നും കയറി വരാനുള്ള അനുവാദമില്ല. ഇനി എന്നെ കാണാൻ ആര് വന്നാലും അവർക്ക് ഗേറ്റിന് പുറത്ത് മാത്രമേ നിൽക്കാൻ അവകാശമുള്ളൂ. പ്രത്യേകിച്ചും ഇവർക്ക്. മനസ്സിലായോ? മനസ്സിലായി.